തിരുവാറന്മുള കൃഷ്ണ നിന്നോമൽ തിരുമുഖം കണി കണ്ടു നിൽക്കുമ്പോൾ. ഇന്ന് ഉത്രട്ടാതി വള്ളംകളി. ഞങ്ങൾ അതിന് സ്പെഷ്യലായി ചെയ്ത ഒരു മാങ്ങാച്ചാറാണിത്. അതുപോലെ ഉത്രട്ടാതി വള്ളംകളി എന്ന് മാത്രമല്ല, ഈ മാസം പല മഹാന്മാരുടെയും ജനിച്ച മാസം കൂടെയാണ്. ശ്രീനാരായണ ഗുരു ജയന്തിയും നബിദിനവും ഒക്കെ ഉള്ള ഒരു നല്ല മാസം അല്ലേ? ഒരു നല്ല മനുഷ്യർക്ക് എല്ലാം കൊണ്ടും സന്തോഷം ഉണ്ടാകുന്ന ഒരു മാസം. അതാണ് ഈ ചിങ്ങമാസത്തിലെ ഈ ദിവസങ്ങളൊക്കെ നമുക്ക് വളരെ ശ്രേഷ്ഠമാക്കുന്നത്. മാങ്ങ ഞാൻ തൊലി ചെത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് തൊലി ചെത്തി ഒന്ന് നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. അതുപോലെ ഇതിന് ഇഞ്ചി, പച്ചമുളക്, അല്പം വെളുത്തുള്ളി ഇവയെല്ലാം നമ്മൾ ചേർക്കുന്നുണ്ട്. സ്പെഷ്യൽ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഇതിനകത്ത് കടുക് ഇങ്ങനെ ചതച്ചെടുത്ത് ചേർക്കുകയും അതിൻ്റെ കടുകിൻ്റെ എണ്ണ ഇതിനകത്തോട്ട് ഒഴിക്കുന്നുണ്ട്. അതുപോലെ നല്ലെണ്ണയ്ക്കകത്താണ് ഞങ്ങളിത് വഴറ്റി എടുക്കുന്നത്. ഈ മാങ്ങ മാങ്ങായും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് അല്പം നല്ലെണ്ണയ്ക്കകത്താണ് വഴറ്റിയെടുക്കുന്നത്. എന്നിട്ട് ഇത് കടുക് പൊട്ടിക്കുന്നില്ല. നമ്മൾ ഈ കടുക് ചതച്ചത് ഇതിനകത്തോട്ട് ചേർക്കുകയും കടുകെണ്ണ ഒഴിച്ച് നമ്മൾ അല്പം വിനാഗിരിയും കൂടി ഒഴിച്ച് അടച്ച് വെച്ചാൽ മതി. നല്ല 1ാം ക്ലാസ് അച്ചാറ്, നല്ല ടേസ്റ്റുമാണ് ഇതിന് കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ഇതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറാണ്. ഒരേ രീതിയിൽ തന്നെ നമ്മൾ എന്നും നാട്ടിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എപ്പോഴും ആകുമ്പോൾ അതൊരു നമുക്കൊരു ഒരു ടേസ്റ്റ് വേറെ ഒന്ന് നോക്കുന്നത് നല്ലതല്ലേ. അതുപോലെ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇഞ്ചി ഇരണ്ടോ കേട്ടോ. ഇഞ്ചി കൊത്തിയരിയും ഉള്ളിയെല്ലാം വെളുത്തുള്ളിയെല്ലാം പൊളിച്ച് അരിഞ്ഞിട്ടുണ്ട്. പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്ത് ഈ മാങ്ങ ചുമ്മാതെ ഇങ്ങനെ പൂള് വെച്ചിട്ട് നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്താൽ മതി. അല്ലാതെ ഞങ്ങളിത് കുരുകുരാന്ന് അരിയുന്നില്ല. നമ്മൾ മറ്റേ അച്ചാറിനിടുന്ന പോലെ അരിയുന്നില്ല. അന്ന് കഴുകിക്കൊണ്ട് വരാൻ പോയാ കേട്ടോ. വെളുത്തുള്ളി പൊളിച്ചെടുക്കുക. അതുപോലെ ഇച്ചിരി കായ ഞങ്ങൾ പൊടിയാണ് ചേർത്തേക്കുന്നത് കേട്ടോ. ഞാൻ സാധാരണ കട്ടക്കായാണ് ചേർക്കാറ്. NSൻ്റെ തന്നെ കായത്തിൻ്റെ പൊടി കിട്ടി, അത് വാങ്ങിച്ച് അതങ്ങ് ചേർത്ത്. ഇത് ഞങ്ങൾ നല്ലെണ്ണയ്ക്കകത്താണ് ഇതൊന്ന് വഴറ്റുന്നതേ ഉള്ളൂ, അല്ലാതെ കടുക് വറക്കുന്നില്ല. അതിനകത്ത്
പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും കൂടിയിട്ടാണ് ആദ്യം നല്ലെണ്ണ ഒഴിച്ച് ചൂടാക്കി ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് വഴറ്റിയെടുത്ത് അതാറിക്കഴിഞ്ഞിട്ട് വേണം കുപ്പിക്കകത്തിട്ട് പിന്നെ കടുക് ഇടിച്ചതും അല്പം നല്ലെണ്ണയും നല്ലെണ്ണയല്ല കടുകെണ്ണ, നല്ലെണ്ണയല്ല കടുകെണ്ണ ഒഴിച്ച് ഇത് പിന്നെ അല്പം വിനാഗിരിയും കൂടെ ഒഴിച്ച് അടച്ചു വെച്ചാൽ മതി. പിറ്റേ ദിവസം ഇത് ഇതിനകത്ത് വഴറ്റിയത് കൊണ്ടുണ്ടല്ലോ ഇത് അങ്ങാലി. പിന്നെ ഈ വിനാഗിരിയും കൂടെ ഒഴിക്കുമ്പോൾ ഇത് നന്നായിട്ട് രാവിലത്തേക്ക് നമുക്ക് കൂട്ടാൻ പരുവത്തിന് കിട്ടും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നല്ല അടിപൊളി അച്ചാറാണ്, നല്ല സൂപ്പറാണ്. വെച്ച് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യുക നിങ്ങളെല്ലാവരും. കടുക് ഇടിച്ചത് ഇടാൻ പോവാണേ. ഇനിയും കടുകെണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ. എപ്പോഴും ഒരുപോലുള്ളത് കൂട്ടുമ്പോൾ നമുക്കൊരു വ്യത്യസ്ത ടേസ്റ്റിൽ അച്ചാർ കൂട്ടി നോക്കുക. കടുകെണ്ണയാണ് ഒഴിച്ചത്. ആദ്യം ഞങ്ങൾ നല്ലെണ്ണയ്ക്കകത്ത് വഴറ്റി, അതല്ലെങ്കിൽ എള്ളെണ്ണ അതിനകത്ത് വഴറ്റി കഴിഞ്ഞിട്ടാണ് പിന്നെ അല്പം നേരം അത് വഴറ്റിയെടുത്ത് താഴെ വെച്ച് ആറിയ ശേഷമാണ് പിന്നെ ഇത് കുപ്പിക്കകത്താക്കിയത്. വിനാഗിരിയാണ് ഒഴിക്കുന്നത്. വിനാഗിരി ഒഴിച്ചു, കടുകെണ്ണ ഒഴിച്ചു, അല്പം ഇടിച്ച കടുകിട്ടു. ഇനി ഇത് അടച്ച് കുലുക്കി ഒന്ന് വെച്ചാൽ മതി. ഇത് നാളത്തേക്ക് സെറ്റാകും.